ബജറ്റിന് മുന്നോടിയായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മാധ്യമങ്ങളോട് നിലച്ചു പോകാതെ കാര്യങ്ങൾ പോകുന്നു. വളരെ അങ്ങ് മെച്ചപ്പെട്ടു. 50,000 57,000 കോടി രൂപയുടെ വെട്ടിക്കുറവ് വന്ന എല്ലാം കൂടി നമുക്ക് കവർ ചെയ്ത് മുന്നോട്ട് പോകും നല്ല പറയുന്നത്. പക്ഷേ നമ്മൾ കൂടുതൽ മെച്ചപ്പെടും, മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാണ്. അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ്. സാമ്പത്തിക ഞെരുക്കത്തിന്റെ ആ ഘട്ടം അതിജീവിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ നാടിന് വലിയ മുന്നേറ്റം ഉണ്ടാകുന്ന തരത്തിൽ തന്നെയുള്ള കാര്യങ്ങളുണ്ടാവും. അതായത് കൂടുതൽ തൊഴിൽ സാധ്യതയും വികസനമൊക്കെ ഉണ്ടാവണം. എല്ലാ കാര്യങ്ങളും നമുക്ക് 1 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ അവതരിപ്പിക്കുമല്ലോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് രാവിലത്തെ പത്രങ്ങൾ പലതും വന്നത് ഇന്ത്യക്കാർക്ക് അങ്ങേയറ്റം അപമാനകരമായ ഒരു വാർത്തയും കൊണ്ടാണ്. 40 മണിക്കൂർ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ താമസിച്ചിരുന്നവർ, അവര് രേഖകളുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിൽക്കട്ടെ, അവരെ കൈയും കാലും ചങ്ങലക്കിട്ട് അവർക്ക് വിമാനത്തിൽ ടോയ്ലറ്റിൽ പോകാൻ പോലും എഴഞ്ഞു പോകേണ്ടി വന്നു എന്നൊരു സ്ഥിതിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് കാണിക്കുന്നത് നമുക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമൊന്നും പോകാൻ കഴിയില്ല. ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യ, 2ാമത്തെ ജനസംഖ്യയുള്ള രാജ്യം എന്ന നിലയിൽ അതിന്റെ ഭാഗമായി നമ്മുടെ കേരളവും ഇന്ത്യയിലെ ഓരോ സംസ്ഥാനവും സ്വന്തം കാലിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കുറെ സാധനങ്ങൾ ഉത്പാദിപ്പിച്ച് പുറത്തേക്ക് അയക്കാൻ മാത്രമല്ല നമുക്ക് കഴിയുന്നത്. ഏറ്റവും വലിയ കൺസംഷൻ ഫോഴ്സുള്ള, ഉപഭോഗമുള്ള ഒരു സ്ഥലമാണ്, ഉപഭോഗത്തിന് സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പൊ അങ്ങനെയുള്ള ലോകത്തിന്റെ ലോക രാഷ്ട്രീയത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അത്രയൊരു സാഹചര്യമെല്ലാം ഉണ്ട്. അതിനെയൊക്കെ നേരിടാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ അടുത്ത തലമുറയെ എക്വിപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ഓരോ ചെറിയ സ്റ്റെപ്പും വലിയ സ്റ്റെപ്പും. ആ തരത്തിൽ കേരളത്തിന് മെച്ചമുണ്ടാകുന്ന തരത്തിലായിരിക്കും കേരളം തുടരുന്ന സാമൂഹ്യക്ഷേമ രംഗത്തും മറ്റു രംഗത്തും എല്ലാം ഉള്ള ആരോഗ്യം, അതുപോലെ വിദ്യാഭ്യാസം, അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഉറപ്പാക്കുന്നതായിരിക്കും. അത് LDF ഗവൺമെന്റിന്റെ പൊതുനയം തന്നെയാണ്. ആ നയം കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകും. എല്ലാ മേഖലയും ടച്ച് ചെയ്ത് എല്ലാ മേഖലയ്ക്കും പ്രാധാന്യം കൊടുക്കുന്ന ബഡ്ജറ്റ് തന്നെയായിരിക്കും. ഈ പ്രാക്ടിക്കലായ കാര്യങ്ങളെ നോക്കിക്കാണുന്ന ആളാണ് താങ്കളുടെ മുൻ ബജറ്റൊക്കെ നോക്കിയാൽ. ഇന്നത്തെ ഫേസ്ബുക്കും ആ തരത്തിൽ നോക്കിയാൽ ക്ഷേമ പെൻഷൻ അടക്കം ആളുകൾ കുറച്ചുകൂടി പ്രതീക്ഷിക്കുന്നത് അങ്ങനല്ല. വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്തും എന്നുള്ളതല്ല, പക്ഷെ 3 മാസക്കാലത്തെ പെൻഷൻ കൂടി ഇനി പഴയ കുടിശ്ശിക കൊടുത്തു തീർക്കാനുണ്ട്. 3 മാസത്തെ പെൻഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ തുകയല്ല, 3000 കോടി രൂപയാണ്. അപ്പൊ അതുപോലെയൊക്കെയുള്ള പല കമ്മിറ്റ്മെന്റുകളും റൂൾ 300ന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അന്ന് നിയമസഭയിൽ പറഞ്ഞിരുന്നു നമ്മുടെ ഗവൺമെന്റ് അഭിപ്രായം. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ കമ്മിറ്റ് ചെയ്ത കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. അത് ചെയ്യുക, അത്തരം കാര്യങ്ങൾ ചെയ്യണം. അമിതമായ പ്രഖ്യാപനം നടത്തി 10-15 മാസം കൊടുക്കാതെ പോകുന്നതല്ല. പറഞ്ഞ കാര്യങ്ങൾ ആ കമ്മിറ്റ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് കുറെ കൂടി മെച്ചപ്പെട്ട് മുന്നോട്ട് വരുമ്പോൾ കുറെ കൂടി മെച്ചപ്പെട്ടു വരും. അതാണ് അത്രയൊരു ശുഭപ്രതീക്ഷയാണ്. അത് നിങ്ങൾക്കും എനിക്കും എല്ലാം കേരളം നന്നാവുന്നതിലുള്ള ശുഭപ്രതീക്ഷയും സന്തോഷമുണ്ടല്ലോ. ആ സന്തോഷത്തോടു കൂടി കുറെ കൂടി മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളുണ്ടാവും. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം. ബഡ്ജറ്റ് കേട്ട് കഴിഞ്ഞും അതിനകത്തെ വിശദമായ കാര്യങ്ങൾ നോക്കി കേരളത്തിന് എങ്ങനെയാണ് ഇത് ഗുണമുണ്ടാവുന്നത്. ഒരു ബഡ്ജറ്റ് ആകുമ്പോൾ പല കാര്യങ്ങളും അതിനകത്തുണ്ടാവും. അപ്പൊ അത് പൊതുവിലൊരു ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി അസസ്മെന്റ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടങ്ങുന്നതായിരിക്കും. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. എല്ലാവരെയും അങ്ങോട്ട് ക്ഷണിക്കാം. ഏതാ അല്ല, അത് വലിയ ഭാരമുണ്ടാക്കാവുന്ന ഒരു സാഹചര്യമൊന്നും ഇല്ലല്ലോ. വലിയ ഭാരം ഉണ്ടാവുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാവില്ല എന്ന് നേരത്തെ പറഞ്ഞു. എന്നാൽ കാലോചിതമായി ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അത്രേ ഉള്ളൂ. അപ്പൊ അവിടെ കാണാം. ഫേസ്ബുക്ക് പോസ്റ്റ് ഭയങ്കര പോസിറ്റീവ് എനർജി തോന്നുന്നു. പക്ഷെ സംസാരിക്കുമ്പോൾ ഒരു ന്യൂട്രൽ സ്റ്റാൻഡിലേക്ക് പോകണം. കൺസർവേറ്റീവായിട്ട് ഞാൻ എപ്പോഴും സംസാരിക്കാറുണ്ട്. അപ്പൊ അവിടെ എല്ലാരും വരുമല്ലോ. ഇറങ്ങാം, ഒരു കാപ്പി കുടിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല? ഇല്ല, സനകനും അതുപോലെ തന്നെയാ. 6 മണിക്ക് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട് നമുക്കുണ്ടായ പോസിറ്റിവിറ്റി അത്ര കണ്ട് വേണ്ട എന്നാണ് മന്ത്രി പറയുന്നത്. ഞാൻ എപ്പോഴും കൺസർവേറ്റീവായി നിൽക്കുന്ന ആളാണ് എന്ന് ധനമന്ത്രി പറയുന്നു. കഴിഞ്ഞ 4 ബജറ്റുകളിലും നമ്മൾ കണ്ടത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വളരെ പ്രായോഗികമായ നിർദ്ദേശങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയും അതിനെ ഒരു വലിയ ഡീലല്ല എന്ന മട്ടിൽ ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നതൊക്കെയാണ് സ്ഥിരമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത്തവണ ചില പ്രത്യേകതകളുണ്ട്. ഇത്തവണ അദ്ദേഹത്തിന് മേൽ ഏൽപ്പിക്കപ്പെട്ട വലിയ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. വലിയ സാമ്പത്തിക ഞെരുക്കത്തിനിടയിലാണ്
ആളുകളെ സന്തോഷിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആളുകളെ തൃപ്തിപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം ധനമന്ത്രിക്ക് മേൽ വന്നു ചേർന്നിട്ടുള്ളത്. അതെങ്ങനെ നിർവഹിക്കാൻ കഴിയും എന്നതാണ് ഈ ബജറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം സർക്കാരിന് കാത്തിരിക്കുന്നത് വലിയ പരീക്ഷകളാണ്. ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, അതിന് തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരും. അപ്പൊ അതിനു മുന്നോടിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു തിരിച്ചടിയെ മറികടക്കുന്ന വിധത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതാകട്ടെ ക്ഷേമ പെൻഷനൊക്കെയാണ് ആളുകളെ അകറ്റി നിർത്തിയത്, അതിൽ ഉണ്ടായ വീഴ്ചയാണ് ആളുകളെ അകറ്റി നിർത്തിയത് എന്നൊരു വിലയിരുത്തലിലേക്ക് പാർട്ടി എത്തിയ സാഹചര്യത്തിൽ എങ്ങനെ ഇതിനെയൊക്കെ അദ്ദേഹം മറികടക്കും എന്നത് വളരെ വളരെ കൗതുകമുള്ളൊരു കാര്യമാണ്. അതിനായി നമ്മൾ കാത്തിരിക്കേണ്ടത് ഇനി വെറും 3/4 മണിക്കൂറാണ്. 9 മണിക്ക് നിയമസഭയിൽ ധനമന്ത്രി KN ബാലഗോപാൽ അദ്ദേഹത്തിന്റെ ഈ സർക്കാരിന്റെ കാലത്തെ സമ്പൂർണ്ണ ബജറ്റ്, അവസാന സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കും. എങ്ങനെ ഈ പ്രതിസന്ധി കാലത്ത് മുന്നോട്ട് പോകാനുള്ള ദിശാസൂചികയായി അദ്ദേഹത്തിന്റെ ബജറ്റ് എങ്ങനെ കൊണ്ടുവരും എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം.